20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ സിപാസ് ട്രെയിനിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ പൊയാലിമലയിൽ ലോക വിനോദസഞ്ചാര ദിനം ആഘോഷിച്ചു. പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാര കേന്ദ്രമായ പോയാലിമലയിൽ മൂവാറ്റുപുഴ സിപാസ് ടീച്ചർ ട്രെയിനിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക വിനോദസഞ്ചാര ദിനം ആഘോഷിച്ചു. പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്താണ് ഞങ്ങൾ ഈ റോഡ് പണി വരെ ഉണ്ടാക്കിയത്. കാരണം നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ ഇതുപോലെ തിരഞ്ഞെടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് കൂടാണ്ട് ഇത് വന്ന് കണ്ട് ഇവിടെ നമ്മൾ ഇതിൽ 100 കിലോമീറ്റർ അകലെ പോയാലും ഇത്രയും ഭംഗിക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ടൂറിസം ഇല്ല. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയശ്രീ PG അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി വിനോദസഞ്ചാര ദിന സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് KM നൌഫൽ, പോയാലിമല സംരക്ഷണ സമിതി അംഗം നൌഫൽ PM, NSS പ്രോഗ്രാം ഓഫീസർ ഗംഗ PS, അധ്യാപികയായ പൗസി VA, അധ്യാപക വിദ്യാർത്ഥികളായ ശ്രീരാജ് KR, ജോസഫ് JR, കൃഷ്ണ MB, ഗ്ലോറി ജോർജ്, അനുഗ്രഹ് കൃഷ്ണൻ, അനുപമ CP എന്നിവർ പ്രസംഗിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പോയാലിമലയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പോയാലിമലയിലെ ജൈവ വൈവിധ്യങ്ങളെ തിരിച്ചറിയുന്നതിനായി NSSന്റെയും നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സർവേ, ജൈവ വൈവിധ്യ രേഖ തയ്യാറാക്കൽ, പ്രോജക്റ്റ് അവതരണം, കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു. പോയാലിമല സംരക്ഷണ കേന്ദ്രത്തിൽ 73 ഇനം സസ്യങ്ങളെയും 14 ഇനം ജൈവജാലങ്ങളെയും വിദ്യാർത്ഥികൾ കണ്ടെത്തി. അപൂർവയിനം ഔഷധ സസ്യങ്ങളും വിവിധ ഇനം ചിത്രശലഭങ്ങളും ഡ്രാഗൺ ഫ്ലൈകളും ചിലന്തികളും മറ്റ് ചെറു ജീവികളെയും കുട്ടികൾ കണ്ടെത്തി. അവ ജൈവ വൈവിധ്യ രജിസ്റ്ററിൽ ചേർക്കും. പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന പ്ലാന്റാണ് നറുനീണ്ടി. ഹെമിഡസ്മസ് ഇൻഡിക്കസ് എന്ന് പറയുന്ന പ്ലാന്റ്. നറുനീണ്ടിക്ക് അതുപോലെ നറുനീണ്ടി നമുക്കത് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നീട് പറഞ്ഞത് പാടത്താളി അല്ലെങ്കിൽ നമ്മൾ സൈക്ലിയ പെൽറ്റേറ്റ എന്ന് പറയുന്ന പണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ജെല്ലിയൊക്കെ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്തിരുന്നതും അത്തരത്തിലുള്ള പ്ലാന്റ്സുകളും ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കിരിയാത്ത് അതും നമ്മളുണ്ട്. പിന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കണ്ടിരുന്ന കായാമ്പൂ കേട്ടിട്ടുണ്ടാവും. കായാമ്പൂവിൻ്റെ 2-3 ചെടികൾ ഫ്ലവറിങ് ആയിട്ടില്ല. 2-3 ചെടികൾ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്ത് വച്ചിട്ടുള്ളതാണ്. ഭയങ്കര റെയർ ആയിട്ടുള്ള ഭയങ്കര എന്നുവെച്ചാൽ ഇന്ത്യയിലും ശ്രീലങ്ക, നേപ്പാൾ അങ്ങനെ അവിടെകളിൽ മാത്രം ചില സ്ഥലങ്ങളിൽ മാത്രം കാണാവുന്ന രീതിയിലുള്ള ഒരു സ്ട്രീഗോഡൈഫസ് സെറാസിനോറം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള സ്പൈഡറിനെ നമുക്ക് ഇവിടെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.